ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്രോച്ചസ് ടു പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിയുടെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇത് ബേസിലാണ് നമ്മൾ പ്രോബബിലിറ്റി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദർ ആർ 3 ways ടു അസൈൻ ദ പ്രോബബിലിറ്റീസ് ടു ഇവൻറ്റ്. ഇപ്പോൾ നമുക്ക് 3 തരം അപ്രോച്ചസ് ആണുള്ളത്. ഒന്ന് ക്ലാസിക്കൽ അപ്രോച്ച്, രണ്ടാമത്തേത് റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് ആൻഡ് മൂന്നാമത്തേത് സബ്ജക്റ്റീവ് അപ്രോച്ച്. ഇങ്ങനെ 3 അപ്രോച്ചസ് ആണ് എന്തിനുള്ളത്, പ്രോബബിലിറ്റിക്ക് ഉള്ളത്. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ അപ്രോച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ ആക്സോമാറ്റിക് അപ്രോച്ച് എന്ന് കൂടി പറയുന്നുണ്ട്. ഇൻ ക്ലാസിക്കൽ അപ്രോച്ച് ഈച്ച് ഔട്ട്കം ഈസ് അസ്യൂംഡ് ടു ഹാവ് എ ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ്. ക്ലാസിക്കൽ അപ്രോച്ചിൽ എന്താണ് പറയുന്നത്, ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ അതിൽ ഈക്വൽ പ്രോബബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നടക്കാൻ അതിന് ഈക്വൽ ചാൻസ് ഉണ്ടെന്നാണ് ക്ലാസിക്കൽ അപ്രോച്ചിൽ പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ഇഫ് ആൻ എക്സ്പെരിമെൻറ്റ് ഹാസ് n സിമ്പിൾ ഔട്ട്കംസ്, എന്താണ് ഈ ഒരു മെത്തേഡ് പ്രകാരം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത് n ആണ്. ഓക്കെ, ഈച്ച് ഔട്ട്കം ഈസ് അസൈൻഡ് വിത്ത് എ പ്രോബബിലിറ്റി ഓഫ് 1/n. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഓരോ ഔട്ട്കമ്മിൻ്റെയും പ്രോബബിലിറ്റീനെ നമ്മൾ 1/n എന്നാണ് എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണ്, ഇഫ് യു ടോസ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് 1/2 ആണ് അല്ലേ. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. കാരണം നമുക്കൊരു കോയിനിൽ 2 വശങ്ങളാണുള്ളത്. അപ്പം എന്താണ്, ഇവിടെ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം രണ്ടും ഇപ്പോൾ ടെയിൽ കിട്ടാനുള്ള ചാൻസും 1/2 ആണ്, അതേപോലെ ഹെഡ് കിട്ടാനുള്ള ചാൻസും 1/2 ആണ്. കാരണം എന്താണ്, അതിന് 2 വശങ്ങളാണുള്ളത്. അപ്പോൾ അതായത് ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്, 2 ആണ് വരിക. ദെൻ അത് കിട്ടാനുള്ള, ഇപ്പോൾ ഹെഡാണ് കിട്ടണമെങ്കിൽ അതിൻ്റെ ചാൻസ് എന്ന് പറയുന്നത് 1/2 ആണ്. ദെൻ ടെയിൽ കിട്ടാനുള്ള ചാൻസും 1/2 ആണ്. അതാണ് ഈക്വൽ ചാൻസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അപ്രോച്ചസിനെയാണ് നമ്മൾ ക്ലാസിക്കൽ അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കാം. ക്ലാസിക്കൽ അപ്രോച്ചിൽ ഇഫ് ഔട്ട് ഓഫ് n എക്സ്ക്ലൂസീവ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് ഈക്വലി ലൈക്ലി ഔട്ട്കം ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ് m ആർ ദ ഫേവറബിൾ ടു ദ ഒക്കറൻസ്. m എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫേവറബിൾ ഒക്കറൻസ് ആണ്. നടക്കാനുള്ള ചാൻസിനെയാണ് നമ്മൾ ഫേവറബിൾ ഒക്കറൻസ് m എന്ന് ഉദ്ദേശിക്കുന്നത്. ഓഫ് ആൻ ഇവൻറ്റ് എ എന്ന് പറഞ്ഞ ഇവൻറ്റ് നടക്കുമ്പം നമുക്ക് കിട്ടാനുള്ള ചാൻസ് ആണെന്ത്, m എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ പ്രോബബിലിറ്റി ഓഫ് ദ എ ഈസ് ഡിഫൈൻഡ് ആസ് ടു m/n. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്, ഇതിനെ നമുക്ക് സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ പറഞ്ഞ ഇവൻറ്റ് നടക്കാനുള്ള എ എന്ന് പറഞ്ഞതിൻ്റെ പ്രോബബിലിറ്റി. ഇപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ആ കോയിൻ ടോസ് ചെയ്തതിൽ ഹെഡ് കിട്ടാനുള്ള ചാൻസാണ് ഇവിടെ നോക്കുന്നതെങ്കിൽ m/n എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് പറയാം, ഇങ്ങനെ എഴുതാം, നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്, അതാണ് ഈ m എന്ന് പറയുന്നത്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലി ലൈക്ലി കേസസ് എന്ന് പറയാം. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എത്രയാണ് നമ്മളൊരു കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഹെഡ് കിട്ടാനുള്ള ചാൻസ്, അതാണ് ഫേവറബിൾ കേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയായിരിക്കും, 1 ആയിരിക്കും അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലി ലൈക്ലി കേസസ് എന്ന് പറഞ്ഞാലോ, ഈക്വലി ലൈക്ലി കേസസ് എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം നമുക്ക് കിട്ടാനുള്ള ചാൻസുകൾ ഏതൊക്കെയാണ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലി ലൈക്ലി കേസസ്, അപ്പം എന്തൊക്കെ ഉണ്ട്, ടെയിലുണ്ട്, ഹെഡ് ഉണ്ട്. അപ്പം നമുക്ക് 2 ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇവൻ്റ് എന്ന് പറയുന്നത് ഹെഡ് കിട്ടാനുള്ളതാണെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എന്ന് പറയുന്നത് 1ഉം ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലി ലൈക്ലി കേസസ് എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ 1/2 വരും. ഓക്കെ, അപ്പം നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പം, ഈ ഒരു മെത്തേഡിൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പം വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫേവറബിൾ കേസസ് കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലി ലൈക്ലി കേസസ്. ഇങ്ങനെ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രോബബിലിറ്റിക്ക് ആദ്യം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി നോക്കാം, ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദ ഇവൻറ്റ്. അതായത് ഒരു പ്രോബബിലിറ്റിയിൽ ഒരു ഇവൻറ്റ് നടക്കാനുള്ളതിനെ നമ്മൾ എന്താണ് പറയുക, സക്സസ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ
നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പം അവിടെ ഹെഡ് വീഴാനുള്ള ചാൻസ് അത് അവിടെ നടക്കും, അതിന് സക്സസ് ആയിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടെയിൽ വീഴാനുള്ള ചാൻസ്. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആ എ പി ബ്രാക്കറ്റിൽ എയുടെ ഈക്വൽ ടു എ ബൈ എൻ എന്നാണ്. ഇവിടെ എ എന്ന് പറയുന്നത് ഫേവറബിൾ ആണ്, ദെൻ എൻ എന്ന് പറയുന്നത് ടോട്ടൽ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രോബബിലിറ്റി ഓഫ് നോൺ ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ്, ഇവിടെ നടക്കാതിരിക്കാനുള്ള ചാൻസ് ആണ് നോക്കുന്നത്. അതിന് നമ്മൾ അതിനെ ഫെയിലിയർ എന്നാണ് പറയാം. ഫോർ എക്സാമ്പിളായിട്ട് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ ഹെഡ് വീഴുമ്പം അതേപടി എന്താണ് അവിടെ ടെയില് നടക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ടെയിൽ എന്ത് ചെയ്യുന്നില്ല, വീഴുന്നില്ല. അപ്പോൾ അവിടെ അതെന്താണ് 1/2 നമ്മുടെ ടെയിൽ അവിടെ എന്ത് ചെയ്യാണ്, ഫെയിലിയർ ആയി പോവാണ്. അപ്പോൾ അതെന്താണ് നോൺ ഇക്കറൻസ് ഓഫ് ദി ഇവൻ്റ് ആണ്. അതിനെ നമ്മൾ ഫെയിലിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Q ഈക്വൽസ് ടു P നോട്ട് എ, അതായത് എ എന്ന് പറഞ്ഞ ഇവൻറ്റ് നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, എങ്ങനെയാണ് നോക്കുക, ഈക്വൽ ടു n-a, അതായത് ഈക്വലി ലൈക്ലി ഇവൻറ്റ്, അതായത് ടോട്ടൽ എത്ര ഇവൻ്റ് ഉണ്ട് അത് മൈനസ് എ. എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്നത് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള കേസാണ്. ഓക്കെ, ഫേവറബിൾ കേസ് ഡിവൈഡഡ് ബൈ n, ടോട്ടലി ലൈക്ലി ഇവൻറ്റ്, അല്ലെങ്കിൽ എന്താണ് ബി ബൈ എൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം നിങ്ങൾ കാണുന്നുണ്ടാവും. ഫ്രം ദ ബാഗ് കണ്ടെയ്നിങ് 10 ബ്ലാക്ക് ആൻഡ് 20 വൈറ്റ് ബോൾസ്, എ ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ ബ്ലാക്ക് ബോൾ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒരു ബാഗിൽ 10 ബ്ലാക്ക് ബോളും അതേപോലെ 20 വൈറ്റ് ബോളും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, 10 ബ്ലാക്ക് ബോളും 20 വൈറ്റ് ബോളും അടങ്ങിയിട്ടുണ്ട്. എ ബോൾ ഇസ് ഡ്രോൺ അറ്റ് റാൻഡം. നമ്മൾ ആ ഒരു ബാഗിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബോൾ എടുക്കുക എന്ന് വിചാരിക്കാം. ഒരു ബോൾ എടുക്കുക എന്ന് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ ബ്ലാക്ക് ബോൾ? ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താണ് നോക്കേണ്ടത്, അതിൻ്റെ ഫേവറബിൾ കേസും അതേപോലെ ഫേവറബിൾ കേസും കണ്ടുപിടിക്കണം. അതേപോലെ ടോട്ടലി ലൈക്ലി ഇവൻറ്റും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എത്ര കേസ്, ആദ്യം തന്നെ നമ്മൾ നോക്കുക ടോട്ടൽ എത്ര കേസുകളാണ് നമുക്കുള്ളത്. അതായത് നമുക്ക് 10 ബ്ലാക്ക് ബോളും 20 വൈറ്റ് ബോളും ആണുള്ളത്. അപ്പം മൊത്തമായിട്ട് എത്ര ഉണ്ട് കേസസ് ഉള്ളത്? മൊത്തം ബോളുകൾ എത്രയുണ്ട്? 30 ബോളുകളാണ് നമ്മുടെ ആ ബാഗിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. അതാണ് എന്ത് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്ന് പറയുന്നത്. ഈക്വൽ ടു 10 + 20 എത്രയാണ്? 30 വരും അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ആ ബാഗിൽ നിന്ന് നമ്മളൊരു ബോൾ എടുക്കുകയാണെങ്കിൽ ആ ബോൾ ബ്ലാക്ക് ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിക്കുക. അപ്പം സാധ്യത എത്രയായിരിക്കും? 10 ആണ് നമ്മുടെ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നത് അല്ലേ? എത്ര ബോളാണ് ബ്ലാക്ക് ബോൾ ഉള്ളത്? 30-ൽ 10 ബ്ലാക്ക് ബോൾസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഫേവറബിൾ കേസ് എത്രയാണ്? 10 ആണ്. അപ്പം ഈ 10 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബ്ലാക്ക് ബോൾ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രോബബിലിറ്റി എഴുതാം? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലി ലൈക്ലി കേസസ്. അപ്പോൾ ഫേവറബിൾ കേസ് എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എത്രയാണ്? 30 അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് കേസ് എന്ന് പറയുന്നത് 30 ആണ്. ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 30 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/3 ആണ്. ഇതിനെ നമ്മൾ ഒന്നുകൂടി ചെറുതാക്കുകയാണെങ്കിൽ 1/3 ആണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. എന്താണ്? ഈ 30 ബോൾ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ബാഗിൽ നിന്നും നമ്മളൊരു ബ്ലാക്ക് ബോൾ എടുക്കാൻ ഉള്ള സാധ്യത എന്ന് പറയുന്നത് 1/3 ചാൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, 1/3 ആണ് അതിൻ്റെ ചാൻസ് എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിളാണിത്. ഇനി നോക്കാം, ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ മറ്റൊരു ഇതിൽ ചെയ്യാം. ഇതിൽ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ. ഇപ്പോൾ ഈ ബാഗിൽ നിന്ന് നമ്മളോട് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ ഒരു ബാഗിൽ നിന്ന് നമുക്ക് റാൻഡമായിട്ട് ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ ആ ബോള് ബ്ലാക്ക് ബോൾ ആവാതിരിക്കാനുള്ള ചാൻസ്. ഓക്കെ, ബ്ലാക്ക് ബോൾ ആവാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ നമ്മൾ വൈറ്റ് ബോൾ ആയിരിക്കും എടുക്കുക. അപ്പോൾ വൈറ്റ് ബോൾ എന്തായിരിക്കും? അതെങ്ങനെ എഴുതും?
പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ഈക്വൽ ടു Q ആണ്, Q ഈക്വൽ ടു 1 മൈനസ് P. 1 എന്ന് പറയുന്നത് നമ്മുടെ പ്രോബബിലിറ്റീൻ്റെ മാക്സിമം ആണ്. അതിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രോബബിലിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ Q കണ്ടുപിടിക്കണം. Q ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ദാറ്റ് ഈസ് Q ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 30. ഈ 20 എന്താ? 20 എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് ആണ്. പക്ഷേ നമ്മൾ ബ്ലാക്ക് ബോളാണ് കിട്ടാതിരിക്കേണ്ടത്. അപ്പോൾ 20 ഡിവൈഡ് ബൈ 30. അപ്പം വൈറ്റ് Q ഈസ് ഈക്വൽ ടു 2/3. ഓക്കെ, അപ്പോൾ വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് ആണ് ഇപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഇതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബ്ലാക്ക് ബോൾ കിട്ടാതിരിക്കാനുള്ള ചാൻസ് കണ്ടുപിടിക്കണം. ദെൻ P പ്ലസ് Q. ഓക്കെ, Qവും നമ്മൾ കണ്ടുപിടിച്ചു, P നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, Pയും Qവും. അപ്പം ഈക്വൽ ടു 1/3 പ്ലസ് 2/3 ഈക്വൽ ടു 1. കാരണം എന്താണ്? ഇത് രണ്ടും കൂട്ടിയാൽ അപ്പോൾ നമുക്ക് ഇപ്പം വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 2/3 ആണ്. 1/3 എന്താണ്? ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ചാൻസുമാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കേസുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 അവസാനം കിട്ടണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ Q ഈക്വൽ ടു 1 മൈനസ് P. Q എത്രയാണ് കിട്ടിയത്? 2/3. 2/3 ഈക്വൽ ടു 1 മൈനസ് P ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി, ബ്ലാക്ക് ബോൾ കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് നോക്കാം? ഡിസ്കസ് ചെയ്ത് നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ. ഇൻ ടോസിങ് 3 കോയിൻസ് അറ്റ് എ ടൈം, അതായത് ഒരേ ടൈമിൽ നമ്മൾ 3 കോയിൻസ് ടോസ് ചെയ്യാണ്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ മോസ്റ്റ് 1 ഹെഡ്? മോസ്റ്റ് 1 ഹെഡ്. ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉള്ള എത്ര കേസസ് ഉണ്ട് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് നമ്മൾ കണ്ടുപിടിക്കണം. 3 ഹെഡാണ് ഉള്ളത്, 3 കോയിൻസ് ആണ് ഒരേപോലെ ടോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആദ്യത്തെ കോയിൻ എടുക്കുക. അതിന് 2 കേസുകൾ ഉണ്ടാവും അല്ലേ? ഒരു ഹെഡും ഒരു ടെയിലും. അപ്പോൾ ആദ്യത്തെ കോയിൻ്റെത് എത്രയായിരിക്കും? 2 ആയിരിക്കും. അങ്ങനെ 3 കോയിൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ 2 വശങ്ങളുള്ള 3 കോയിൻസ് ഉണ്ടാവുമ്പം 2 × 2 ഇത് ഫസ്റ്റത്തെ കോയിൻ്റെ കേസാണ്, ഇത് രണ്ടാമത്തെ കോയിൻ്റെ കേസാണ്, ഇത് മൂന്നാമത്തെ കോയിൻ്റെ കേസാണ്. അപ്പോൾ ഇത് 3ഉം കൂടിയും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് കിട്ടും. അപ്പോൾ എത്രയായിരിക്കും? 8 ആണ്. ഓക്കെ, ഇനി നമുക്ക് 8 കേസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 8 കേസുകൾ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് കേസ് 8 ആണ്. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉള്ള എത്ര കേസുകൾ ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുക, ഒരു കോയിൻ ടോസ് ചെയ്യാണ്. ഫസ്റ്റ് ഒരുമിച്ച് 3 കോയിനും കൂടി ടോസ് ചെയ്യുമ്പോൾ നമുക്ക് 3 കോയിനിലും ഹെഡ് കിട്ടാം അല്ലേ? ആദ്യത്തെ കോയിനിൽ ഹെഡ് കിട്ടാം, രണ്ടാമത്തെ കോയിനിൽ ഹെഡ് കിട്ടാം, മൂന്നാമത്തെ കോയിനിലും ഹെഡ് കിട്ടാം. ഇനി നമ്മൾ രണ്ടാമതും അത് റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്ന് കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ടോസ് ചെയ്തത് ഒന്നുകൂടി ടോസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോയിനിൽ ഹെഡ് കിട്ടാം, രണ്ടാമത്തെ കോയിനിൽ ഹെഡ് കിട്ടാം, മൂന്നാമത്തെ കോയിനിൽ ടെയിൽ കിട്ടാം. ഓക്കെ, ഇനി വേറൊരു കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം? ഒന്നെങ്കിൽ ഒന്നാമത്തെ കോയിനിൽ ഹെഡ് കിട്ടാം, രണ്ടാമത്തെ കോയിനിൽ ടെയിൽ കിട്ടാം, മൂന്നാമത്തെ കോയിനിൽ ഹെഡ് കിട്ടാം. ദെൻ നെക്സ്റ്റ് കേസ്, അപ്പം ആദ്യത്തെ കോയിനിൽ ടെയിൽ കിട്ടാം, ബാക്കി 2 ഹെഡ് കിട്ടാം. ഇനി നെക്സ്റ്റ് കേസ് ആവുമ്പോൾ ആദ്യത്തെ 2 കോയിനിൽ ടെയിൽ കിട്ടാം, മൂന്നാമത്തെ കോയിനിൽ എന്ത് കിട്ടാം? ഹെഡ് കിട്ടാം. ഇനി അങ്ങനെ ടെയിൽ ഹെഡ് ടെയിൽ പിന്നെ 3ഉം ടെയിൽ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം എഴുതുന്നതിന് നമ്മൾ സാമ്പിൾ സ്പേസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്നും ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള ചാൻസുകൾ, ഫേവറബിൾ കേസ് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫേവറബിൾ കേസ് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഹെഡെങ്കിലും ഉള്ള കേസുകൾ എത്ര? ഒരു ഹെഡ്, ആദ്യത്തെ ഇതിൽ 3 ഹെഡ് ഉണ്ട്, പക്ഷെ ഇത് പാടില്ല. അപ്പം ഇതിൽ 2 ഹെഡ് ഉണ്ട്, ഇതിലും 2 ഹെഡ് ഉണ്ട്, ഇതിലും 2 ഹെഡ് ഉണ്ട്. ദെൻ ഇതിലൊരു ഹെഡ് മാത്രമേ ഉള്ളൂ,
ഇതിലും ഒരു ഹെഡ് മാത്രമേ ഉള്ളൂ. ദെൻ പിന്നെ ഇതിലാണ് ഇതിലും ഒരു ഹെഡ് മാത്രമേ ഉള്ളൂ ഉള്ളത് അല്ലേ. അപ്പോൾ ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉള്ള 3 കേസസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ഫേവറബിൾ കേസസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പം നമുക്ക് 3 ഹെഡ് അറ്റ്ലീസ്റ്റ് മോസ്റ്റ് ഓഫ് 1 ഹെഡ് ഉള്ള ഒരു കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3/8 ആയിരിക്കും. 3/8. 8 എന്ന് പറയുന്നത് ടോട്ടൽ കേസാണ്. ദെൻ നമ്പർ എത്രയാണ്? 1 ഹെഡ് കിട്ടാനുള്ള ചാൻസ് 3/8. ഇനിയിപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക 3 ഹെഡും കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? 3 ഹെഡ് കിട്ടാനുള്ള ചാൻസ് അത് എത്രയാണ്? 1/8 വരും ഇതിൽ. ഓക്കെ. ഇനിയിപ്പോൾ 3 ടെയിൽ കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 1/8 വരും. ഓക്കെ. ദെൻ 2 ടെയിലും 1 ഹെഡും കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ എഴുതാം. 2 ടെയിൽ എത്ര ഉള്ളതുണ്ട് നോക്കുക. 1 ഹെഡും 2 ടെയിലുമുള്ള സംഭവങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്താം? പ്രോബബിലിറ്റി എഴുതാം. ഓക്കെ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഡൈ ഈസ് ത്രോൺ. ഡൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ലുഡോ ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ആ ചെറിയൊരു ക്യൂബിനെയാണ് നമ്മൾ ഡൈസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം അതിന് 6 വശങ്ങളാണുള്ളത്. അപ്പോൾ അത് ത്രോൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4. 4 കിട്ടാനുള്ള ചാൻസ്, അതേപോലെ ഇവൺ നമ്പർ കിട്ടാനുള്ള ചാൻസ്, 3 അല്ലെങ്കിൽ 5 കിട്ടാനുള്ള ചാൻസ്, ലെസ് ദാൻ 3 കിട്ടാനുള്ള ചാൻസ്. ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ ഡൈൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എത്ര ആയിരിക്കും? 6 ആയിരിക്കും. 6 ആണ്. കാരണം ഒരു ഡൈ ആണ് നമ്മൾ ത്രോ ചെയ്യുന്നത്. അപ്പം 6 വശങ്ങളാണ് ഇതിനുള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 4 കിട്ടാനുള്ള ചാൻസ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 1/4 ആണ്. കാരണം ഒരു ക്യൂബിന് 4 വശങ്ങളുള്ളതിൽ അതിൽ ഒറ്റൊന്ന് മാത്രമേ എന്തുള്ളൂ? 4 ഉള്ളൂ. അപ്പം അത് കിട്ടാൻ ആകെ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചാൻസ് എത്ര ആയിരിക്കും? 1/6. അതായത് ഫേവറബിൾ കേസ് 1 ആയിരിക്കും. 6 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആൻഡ് ഇവൺ നമ്പർ കിട്ടാനുള്ള ചാൻസ് ഒരു ക്യൂബിൽ അല്ലെങ്കിൽ ഒരു ഡൈയിൽ നമുക്ക് നമ്പേഴ്സ് ഉള്ളത് എത്രയാണ്? 1 2 3 4 5 6 ആണ്. ഇങ്ങനെ 6 നമ്പേഴ്സാണ് ഉള്ളത്. ഇതിൽ ഇവൺ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 2ഉം 4ഉം പിന്നെ ഏതാണ്? 6ഉമാണ്. അപ്പം 3 ഫേവറബിൾ കേസ് മാത്രമേ ഇവൺ നമ്പർ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ. 2 4 6. പക്ഷേ ടോട്ടൽ കേസ് എത്രയുണ്ട്? 6 ഉണ്ട്. അപ്പം നമുക്ക് ഇവൺ നമ്പർ കിട്ടാനുള്ള ചാൻസ് എത്രയായിരിക്കും? 3/6. ഓക്കെ. 3/6 ആയിരിക്കും ഇവൺ നമ്പർ കിട്ടാനുള്ള ചാൻസ്. ഇനി അടുത്തത് എന്താണ് നോക്കുന്നത്? 3 or 5. 3 or 5 കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്നാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 or 5. അപ്പോൾ 3 എന്ന് പറയുന്നത് 1/6. 3 കിട്ടാനുള്ള ചാൻസ് എത്രയായിരിക്കും? 1/6. 5 കിട്ടാനുള്ള ചാൻസും 1/6 ആണ്. അപ്പോൾ 2 വശങ്ങൾ കിട്ടാനുള്ള ചാൻസാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ 2 വശങ്ങൾ കിട്ടാനുള്ള ചാൻസ് ആകുമ്പോൾ 2/6. അതിൽ 3 or 5 കിട്ടാനുള്ള ചാൻസ് ആകുമ്പം നമുക്ക് ഇത് രണ്ടും കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1/3 മാത്രമേ ഉള്ളൂ. ഒരു ഡൈ ഇടുമ്പം ഒന്നെങ്കിൽ 3 വികും അല്ലെങ്കിൽ 5 വികും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1/3 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ലെസ് ദാൻ 3. 3ൽ കുറവ് കിട്ടാനുള്ള ചാൻസ് ഏതൊക്കെയാണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ലെസ് ദാൻ 3. അപ്പോൾ നമുക്കിവിടെ നോക്കാം. 3ൻ്റെ ചെറുത്, അതായത് ഇനിയിപ്പോൾ 2ഉം 1ഉം കിട്ടാനുള്ള ചാൻസാണ് അവർ ചോദിച്ചത്. അപ്പോൾ 3 ആണ്. 3ക്ക് താഴെയുള്ളത് കിട്ടാനുള്ള ചാൻസാണ്. അപ്പോൾ 2 കേസസ് ആണ് ഇവിടെ ഫേവറബിൾ ആയിട്ടുള്ളത്. ഒന്നെങ്കിൽ 2 ഒന്നെങ്കിൽ 1. അപ്പോൾ 2 ഫേവറബിൾ കേസസ് ആണ് ഉള്ളത്. അപ്പം 2 ഫേവറബിൾ കേസസ് ഡിവൈഡ് ബൈ ടോട്ടൽ കേസ് അല്ലേ. അപ്പം ഫേവറബിൾ കേസ് എത്രയാണ്? 2 ഡിവൈഡ് ബൈ 6. 2 ഡിവൈഡ് ബൈ 6 ഈക്വൽ ടു എത്രയാണ്? 1/3. ഓക്കെ. 3ന് താഴെ കിട്ടാനുള്ള ചാൻസ് നമുക്ക് 1/3 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഓരോന്നും ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പഠിക്കുകയാണ് ഇവിടെ വേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് അപ്രോച്ചസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ. ഇത്രയും കാര്യങ്ങളും ഇതിലുള്ള പ്രോബ്ലംസൊക്കെ ഒന്ന് റെഫർ ചെയ്യുക.
എന്നിട്ട് ഇതേപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.